ഹായ്, നമസ്കാരം. നമ്മുടെ +2 ഹയർ സെക്കൻഡറി മലയാളത്തിൽ യൂണിറ്റ് 2 ആദ്യത്തെ ചാപ്റ്റർ കേശിനി മൊഴിയാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് അതിൻ്റെ സംഗ്രഹവും അതിലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളും നമ്മൾ സെറ്റാക്കാൻ പോകുന്നത്. അപ്പോൾ മക്കൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ എന്നോടൊപ്പം എന്ത് ചെയ്യുക, ക്ലാസ് കേൾക്കുക. കേട്ട് കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് എടുത്തൊന്ന് വായിച്ച് നോക്കുക. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഈ സാധനം മറക്കാനേ കഴിയില്ല. നിങ്ങളത് മറക്കുന്നുണ്ടോ എന്ന് ടെസ്റ്റ് നടത്തിയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് പറയാം. ഞാൻ പറഞ്ഞ പോലെ ഈ ക്ലാസ് കേട്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. പിന്നെ അതിലുള്ള കാര്യം ഈ പരീക്ഷകൾക്കല്ല, പബ്ലിക് എക്സാമിന് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, മറക്കാതെ അത് മനസ്സിനകത്ത് തന്നെ നിൽക്കും. കേശിനി മൊഴി എന്ന പാഠഭാഗം പഠിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഇത് ആട്ടക്കഥയാണ്. എന്താണ് ആട്ടക്കഥ? ആട്ടക്കഥ എന്താണ് എന്ന് 10ാം ക്ലാസ്സിൽ വെച്ച് നമ്മൾ പഠിച്ചിട്ടാണ് ഇങ്ങോട്ട് പോന്നിട്ടുള്ളത്. എന്തായിരുന്നു ആട്ടക്കഥ? നമ്മുടെ എല്ലാ ഉത്തരത്തിൻ്റെ മുന്നിലും നമ്മളിത് കൂട്ടിച്ചേർക്കും. കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. എന്താണ്? കഥകളിയുടെ സാഹിത്യ രൂപമാണ് ഇത് ആട്ടക്കഥ. കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ കൃതി എഴുതിയിരിക്കുന്ന ആരാണ്? ഉണ്ണായി വാര്യരാണ്. ഉണ്ണായി വാര്യരാണ്. ആട്ടക്കഥാ രചയിതാക്കളിൽ പ്രമുഖനാണ് ആര്? ഉണ്ണായി വാര്യർ. ആട്ടക്കഥാ രചയിതാക്കളിൽ പ്രമുഖനാണ് ഉണ്ണായി വാര്യർ. കഥകളി എന്ന കേരളീയ കലാരൂപത്തിൻ്റെ സാഹിത്യരൂപം എന്താണോ കഥകളി അരങ്ങത്ത് വെച്ച് ആടേണ്ടത് അത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുള്ളതാണ് ഏത്? ആട്ടക്കഥ. ഇപ്പം സെറ്റാണോ? ഒരു കഥകളി എന്താണോ ആടേണ്ടത് അതെന്ത് ചെയ്യും, ഇങ്ങനെ രംഗത്ത് വരണം എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കുന്ന സാധനമാണ് ഇത് ആട്ടക്കഥ. ഉദാഹരണത്തിന് ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം, സിനിമ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ദൃശ്യ ശ്രാവ്യ കലാരൂപമാണ് ഇത് സിനിമ. ആ ദൃശ്യ ശ്രാവ്യ കലാരൂപമായ സിനിമയുടെ സാഹിത്യ രൂപത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? തിരക്കഥ എന്ന് വിളിക്കുക. അതുപോലെ കഥകളി എന്ന് പറയുന്ന ഒരു ദൃശ്യ ശ്രാവ്യ കലാരൂപമാണ്. ആ കലാരൂപത്തിൻ്റെ സാഹിത്യ രൂപമാണ് ഇത് ആട്ടക്കഥ. ആട്ടക്കഥാ രചയിതാക്കളിൽ പ്രമുഖനായ എഴുത്തുകാരനാണ് ഉണ്ണായി വാര്യർ. ഇപ്പം സെറ്റാണ് എന്ന് മാഷ് വിചാരിക്കുന്നുണ്ട്. ആ ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? നളചരിതം ആട്ടക്കഥയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ചെറിയ ക്ലാസ്സിൽ 10ാം ക്ലാസ്സിൽ നമ്മൾ ചെറിയൊരു ഭാഗം എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. +2 വരുന്ന സമയത്ത് ഈ ഉണ്ണായി വാര്യരുടെ ഈ കേശിനി മൊഴി എന്ന പാഠഭാഗത്തിനകത്ത് നമ്മുടെ നളൻ മറ്റൊരു രാജ്യത്ത് നളനെ നഷ്ടപ്പെട്ട് ദമയന്തി എന്ത് ചെയ്യാണ്? നളനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു വ്യാജ വാർത്ത പ്രചരിപ്പിക്കുകയാണ്. എന്താണ്? ദമയന്തി വീണ്ടും വിവാഹം കഴിക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത. ആ സ്വയംവരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി നളൻ എത്തിച്ചേരുമെന്ന് ആർക്കും ഉറപ്പുണ്ട്? ദമയന്തിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ദമയന്തിയുടെ കൂടെ ഇങ്ങനൊരു വാർത്ത പ്രചരിപ്പിക്കാനും നളനെ കണ്ടെത്താനും കൂടെ നിൽക്കുന്ന ഒരു തോഴിയാണ് ആര്? കേശിനി എന്ന് പറയുന്ന തോഴി. ആ കേശിനി അവിടെ സ്വയംവരത്തിന് വേണ്ടി പങ്കെടുക്കാൻ വന്നു ചേർന്നിട്ടുള്ള ആളുകളെ എല്ലാവരെയും ചെന്ന് നോക്കിയിട്ട് അതിൽ നിന്ന് നളൻ വേഷം മാറി വന്നിരിക്കുന്ന നളൻ ബാഹുകൻ്റെ വേഷത്തിലാണ് ആര് വരുന്നത്? ആ കൊട്ടാരത്തിനകത്തേക്ക് നളൻ വരുന്നത് ഋതുപർണ രാജാവിൻ്റെ തേരാളിയായിട്ടാണ് ബാഹുകൻ വരുന്നത്. ഈ ബാഹുകൻ എന്ന് പറയുന്നത് നളൻ തന്നെയാണ് എന്ന് ഒരുപാട് ലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ആര് മനസ്സിലാക്കുന്നുണ്ട്? നമ്മുടെ കേശിനി മനസ്സിലാക്കുന്നു. ആ വിവരം വന്ന് ആരെടുത്ത് പറയാണ്? ദമയന്തിയുടെ അടുത്ത് പറയുന്നതാണ് ഇത് നമ്മുടെ ഈ പാഠഭാഗം കേശിനി മൊഴി. ആ കേശിനിയുടെ വാക്കുകൾ കേട്ട സമയത്ത് ആ വന്നിരിക്കുന്നത് ബാഹുകൻ അല്ല എന്നും, അല്ലെങ്കിൽ ഈ ബാഹുകൻ തന്നെയാണ് തൻ്റെ നളൻ എന്നും ആര് തിരിച്ചറിയുന്നതാണ്? ദമയന്തി തിരിച്ചറിയുന്നതാണ് നമ്മുടെ പാഠഭാഗം. ആട്ടക്കഥയാണ് എന്നെന്ത് ചെയ്യുക, നിങ്ങൾ ഓർമ്മിച്ച് വെച്ചേക്കുക. ഉണ്ണായി വാര്യർ 1675 1755 ഇടയിൽ ജീവിതകാലമെന്ന് പറയപ്പെടുന്നു. ഏകദേശം 16ാം നൂറ്റാണ്ടിലും 17ാം നൂറ്റാണ്ടിലുമായിട്ട് ജീവിച്ചിരുന്ന ആളാണ് ആര്? നമ്മുടെ ഉണ്ണായി വാര്യർ. ഇരിങ്ങാലക്കുട അകത്തൂട്ട് വാര്യത്താണ് ജനിച്ചത് എന്ന് അഭിപ്രായമുണ്ട്. നളചരിതം ആട്ടക്കഥ എന്ന ഒറ്റ കൃതി കൊണ്ട് മലയാള സാഹിത്യത്തിൽ തൻ്റെതായ സ്ഥാനം നേടിയെടുത്ത കവിയാണ് ഉണ്ണായി വാര്യർ. നളചരിതം ആട്ടക്കഥ എന്നൊരൊറ്റ കൃതി കൊണ്ട് മലയാള സാഹിത്യത്തിൽ തൻ്റെതായ സ്ഥാനം നേടിയെടുത്ത കവിയാണ് ഉണ്ണായി വാര്യർ.
വാര്യരുടെ ജീവിതകാലം, ജന്മസ്ഥലം എന്നിവയെക്കുറിച്ച് ഭിന്നാഭിപ്രായങ്ങളുണ്ട്, നമുക്കത് വിട്ടേക്കാം. മഹാഭാരതത്തിലെ നളദമയന്തി കഥയെ നാടകീയതയും കാവ്യാത്മകതയും ഒത്തുചേർന്ന കാവ്യമാക്കി വാര്യർ മാറ്റി. അഭിനയ ഗുണം തികഞ്ഞ ആട്ടക്കഥ എന്ന നിലയിലും സാഹിത്യ ഗുണം തികഞ്ഞ കാവ്യം എന്ന നിലയിലും നളചരിതം പ്രസക്തമാകുന്നു. നോക്കുക, എന്താണ് അതിൻ്റെ പ്രത്യേകത? അഭിനയ ഗുണം തികഞ്ഞ ആട്ടക്കഥയാണ് എന്ന നിലയിലും സാഹിത്യ ഗുണം തികഞ്ഞ കാവ്യം എന്ന നിലയിലും നളചരിതം പ്രസക്തമാവുന്നുണ്ട്. കേരളത്തിൻ്റെ ശാകുന്തളമെന്ന് നളചരിതം ആട്ടക്കഥയെ വിശേഷിപ്പിക്കാറുണ്ട്. ഒന്നുകൂടി കോട്ട് ചെയ്ത് വെച്ചേക്കുക, കേരളത്തിൻ്റെ ശാകുന്തളം എന്നുകൂടി ആരറിയപ്പെടുന്നുണ്ട്? നമ്മുടെ നളചരിതം ആട്ടക്കഥയെ അറിയപ്പെടുന്നുണ്ട്. കേരളത്തിൻ്റെ ശാകുന്തളം എന്നറിയപ്പെടുന്ന കൃതി ഏതാണ്? നളചരിതം ആട്ടക്കഥ. നളചരിതം ആട്ടക്കഥയെ കേരള ശാകുന്തളം എന്നറിയപ്പെടുന്നുണ്ട്. കേരള ശാകുന്തളം എന്നറിയപ്പെടുന്നത് നളചരിതം ആട്ടക്കഥ. സെറ്റ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യില്ല, അത് മറക്കൂല. ഇനി നമുക്ക് പാഠസംഗ്രഹത്തിലേക്ക് വരാം. പാഠഭാഗം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി വായിച്ചോളുക. കേശിനി നേരിട്ട് ബാഹുകന്റെ അരികിലെത്തിയിട്ട് അവനോട് കളിമട്ടിൽ പലതും സംസാരിച്ചതിന് ശേഷം ഒളിച്ചു നിന്ന് നിരീക്ഷിച്ചും ചില കാര്യങ്ങൾ മനസ്സിലാക്കി. കേശിനി ഈ ബാഹുകൻ എന്ന് പറയുന്നത് നളനാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ആദ്യം ഈ ബാഹുകന്റെ അടുത്ത് വന്ന് കുറേ നേരം സംസാരിച്ചതിന് ശേഷം പിന്നെ അവിടെ നിന്ന് പോയിട്ട് മറഞ്ഞു നിന്ന് എന്തൊക്കെയാണ് ബാഹുകൻ ചെയ്യുന്നത് എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കിയിട്ടും ചില കാര്യങ്ങൾ മനസ്സിലാക്കി. എന്നിട്ട് ദമയന്തിയെ ഒറ്റക്ക് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു. ഇതാണ് ആമുഖമായിട്ട് പാഠഭാഗത്ത് കൊടുക്കുന്നത്, അല്ലേ? എന്താണ് പറയുന്നത്? പദം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും കേശിനിയുടെ ഡയലോഗ്. ലക്ഷ്മി ദേവിയെ പോലെ സുന്ദര ശരീരമുള്ള വൈദർഭി. എന്തുകൊണ്ടാണ് ദമയന്തിയെ വൈദർഭി എന്ന് വിളിക്കാനുള്ള കാരണം? വൈദർഭി എന്ന പേരിൽ ആരെയാണ് വിളിച്ചിരിക്കുന്നത്? ദമയന്തിയെയാണ് വിളിച്ചിരിക്കുന്നത്. ദമയന്തിയാണ് ആര്? വൈദർഭി. വിളിക്കാനുള്ള കാരണം എന്താണ്? വിദർഭ രാജ്യത്തെ രാജാവിൻ്റെ മകൾ. വിദർഭ രാജാവിൻ്റെ മകളാണ് ആര്? വിദർഭ രാജ്യത്തെ രാജാവിൻ്റെ മകളാണ് ദമയന്തി. അതുകൊണ്ടാണ് ദമയന്തി എന്ത് വിളിച്ചത്? വൈദർഭി. വിദർഭ രാജ്യത്തെ രാജകുമാരി ആയതുകൊണ്ട് വൈദർഭി. വിദർഭ രാജ്യത്തെ രാജകുമാരി ആയതുകൊണ്ട് വൈദർഭി. സെറ്റ്. ലക്ഷ്മി ദേവിയെ പോലെ സുന്ദര ശരീരമുള്ള വൈദർഭി. നീ കേട്ടാലും ബാഹുകൻ പുരുഷരത്നമാണ്. പുരുഷന്മാരുടെ കൂട്ടത്തിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കഴിവുള്ള ഒരു വ്യക്തിത്വമാണ് ആരുടേത്? നമ്മുടെ നളൻ്റേത്. ബാഹുകൻ്റേത്. ബുദ്ധിമാനായ ആ ബാഹുകൻ എന്നോട് അവൻ്റെ പേരും മറ്റ് വിശേഷങ്ങളും പറഞ്ഞു. എന്നിട്ട് അവൻ പറയുന്നത് നളൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ്. അതായത് നളനെ ഒഴിവാക്കിയിട്ടാണല്ലോ രണ്ടാമത്തെ വിവാഹത്തിന് ദമയന്തി തയ്യാറെടുക്കുന്നത്. ആ നളൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന പക്ഷക്കാരനാണ് ആര്? ബാഹുകൻ. അഥവാ തെറ്റ് ചെയ്താലും, ഇനി അഥവാ നളന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഉന്നത കുലജാതയായ കുലനാരിയായ ഉയർന്ന കുലത്തിൽ ജനിച്ച ദമയന്തി കോപിക്കാൻ പാടില്ലത്രേ. നല്ല കുലത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ഭർത്താവ് എന്ത് തെറ്റ് ചെയ്താലും കോപിക്കാൻ പാടില്ല എന്നുള്ളൊരു പഴയ കാഴ്ചപ്പാട് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ പ്രകടിപ്പിക്കുന്നുണ്ട്. അവൻ ദുഷ്ടനല്ല, ഖലനല്ല എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ. ദുഷ്ടനല്ല. അവൻ്റെ വാക്കുകളിൽ ചതി ഉണ്ടെന്നും തോന്നുന്നില്ല. ബാഹുകൻ പിന്നെ പലതും പറഞ്ഞു. കണ്ടിടത്തോളം നമ്മുടെ ആഗ്രഹം സഫലമാകുമെന്ന് തോന്നുന്നു. അവൻ തന്നെയാണ് നളൻ എന്നുള്ള തീരുമാനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. ഇനി ഒളിഞ്ഞു നിന്നപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടു? ഭക്ഷണം പാകം ചെയ്യാൻ രാജാവിൻ്റെ നിർദ്ദേശാനുസരണം വേണ്ടതെല്ലാം എത്തിച്ചപ്പോൾ, ഭക്ഷണത്തിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുത്തപ്പോൾ അവൻ അടുപ്പിൽ വെച്ച കുടത്തിൽ ജലം തനിയെ നിറഞ്ഞു. ആർക്ക് കിട്ടിയ വരമാണ്? പണ്ട് ദേവേന്ദ്രൻ നളന് കൊടുത്ത വരമായിരുന്നു അത്. ആ വരം ആര് കാണിക്കുന്നു? ബാഹുകൻ കാണിക്കുന്നു. അപ്പോൾ വന്നിരിക്കുന്ന ബാഹുകൻ ആര് തന്നെയാണ്? നളൻ തന്നെയാണ്. ഭക്ഷണം പാകം ചെയ്യാൻ രാജാവിൻ്റെ നിർദ്ദേശാനുസരണം വേണ്ടതെല്ലാം എത്തിച്ചപ്പോൾ കുടത്തിൽ ജലം തനിയെ നിറഞ്ഞു. അഗ്നി അഹങ്കാരമില്ലാതെ വേണ്ട അളവിൽ കത്തി. തീ എന്ത് ചെയ്യാൻ തുടങ്ങി? തനിയെ വേണ്ട അളവിൽ കത്താൻ തുടങ്ങി. അവൻ എല്ലാം പെട്ടെന്ന് വെച്ചൊരുക്കി. ദേവേന്ദ്രന്റെ വരപ്രകാരം ഭക്ഷണം അവൻ പെട്ടെന്ന് എന്ത് ചെയ്ത് തയ്യാറാക്കി. പിന്നീട് ഋതുപർണ രാജാവിനെ കണ്ട് വണങ്ങിയിട്ട് തേരിൽ വന്ന് ഒതുങ്ങിക്കൂടി. ഋതുപർണ രാജാവ് തന്നെയല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ്?
യെസ്, ഋതുപർണ രാജാവിനെ കണ്ട് എന്ത് ചെയ്ത് തേരിലേക്ക് വന്ന് ഒതുങ്ങിക്കൂടി. അങ്ങനെ തേരിലേക്ക് വന്നപ്പോൾ തേര് അലങ്കരിച്ചിരുന്ന പൂക്കൾ വാടിയിരിക്കുന്നത് കണ്ട് വിഷമിച്ചവൻ അവയെ തലോടിയപ്പോൾ തേരിൻ്റെ മുകളിലൊക്കെ അലങ്കാരമാക്കി വെച്ചിരിക്കുന്ന പൂക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്, വാടിപ്പോയിട്ടുണ്ട്. ഇത് കണ്ട സമയത്ത് ബാഹുകനായിട്ട് വേഷം കെട്ടി വന്ന നളന് വിഷമം തോന്നിയപ്പോൾ എന്ത് ചെയ്തു, അവ ഒന്ന് തലോടി. ആ പൂക്കളെ ഒന്ന് തലോടിയപ്പോൾ അവയെല്ലാം പുതുശോഭയോടെ വിളങ്ങി. ഇത്രയുമാണ് കേശിനി ആർക്ക് പറഞ്ഞു കൊടുത്തത്? ദമയന്തിക്ക് വന്നിരിക്കുന്ന ബാഹുകൻ നളൻ തന്നെയാണ് എന്ന് അടിവരയിട്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ആര് പറയുന്നത്? കേശിനി പറയുന്നത്. ഈ ലക്ഷണങ്ങളൊക്കെ, ഈ അനുഗ്രഹങ്ങളൊക്കെ, ഈ കഴിവുകളൊക്കെ ആർക്കുള്ളതാണ്? നളനുള്ളതാണ്. അപ്പോൾ വേഷം മാറി വന്ന ബാഹുകൻ ഇത് തന്നെയാണ് എന്ത് ചെയ്തത്, പ്രകടിപ്പിച്ചത്. അതുകൊണ്ട് ദമയന്തി, നീ ഉറപ്പിക്കുക, ഈ വന്നിരിക്കുന്നത് ആര് തന്നെയാണ്? ആര് തന്നെയാണ്? നളൻ തന്നെയാണ്. എന്താ പറഞ്ഞു കൊടുത്തത്? ലക്ഷ്മി ദേവിയെ പോലെ സുന്ദര ശരീരമുള്ള വൈദർഭി, നീ കേട്ടാലും ബാഹുകൻ പുരുഷരത്നമാണ്. ബുദ്ധിമാനായ അവൻ എന്നോട് അവൻ്റെ പേരും മറ്റ് വിശേഷങ്ങളും പറഞ്ഞു. അവൻ പറയുന്നത് നളൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നാണ്. അഥവാ തെറ്റ് ചെയ്താലും കുലനാരിയായ ദമയന്തി കോപിക്കാൻ പാടില്ലത്രേ. അവൻ ദുഷ്ടനല്ല, അവൻ്റെ വാക്കുകളിൽ ചതി ഉണ്ടെന്നും തോന്നുന്നില്ല. ബാഹുകൻ പിന്നെ പലതും പറഞ്ഞു. കണ്ടിടത്തോളം നമ്മുടെ ആഗ്രഹം സഫലമാകുമെന്ന് തോന്നുന്നു. ഭക്ഷണം പാകം ചെയ്യാൻ രാജാവിൻ്റെ നിർദ്ദേശാനുസരണം വേണ്ടതെല്ലാം എത്തിച്ചപ്പോൾ കുടത്തിൽ ജലം തനിയെ നിറഞ്ഞു. അഗ്നി അഹങ്കാരമില്ലാതെ വേണ്ട അളവിൽ കത്തി. അവനെല്ലാം പെട്ടെന്ന് വെച്ചൊരുക്കി. പിന്നീട് ഋതുപർണ രാജാവിനെ കണ്ട് വണങ്ങിയിട്ട് തേരിൽ വന്ന് ഒതുങ്ങിക്കൂടി. തേരലങ്കരിച്ചിരുന്ന പൂക്കൾ വാടിയിരിക്കുന്നത് കണ്ട് വിഷമിച്ച അവൻ അവയെ തലോടിയപ്പോൾ അവയെല്ലാം പുതുശോഭയോടെ വിളങ്ങി. ഇതെല്ലാമാണ് വന്നിരിക്കുന്ന ബാഹുകൻ നളൻ തന്നെയാണ് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് കേശിനി ദമയന്തിയുടെ മുന്നിൽ അവതരിപ്പിച്ച വാദഗതികൾ. കേശിനിയുടെ ഈ വിവരണങ്ങൾ കേട്ടിട്ടാണ് നൈഷധൻ ഇവൻ താൻ ഒരീശലില്ലമേ നിർണയം. നൈഷധൻ ഇവൻ താൻ നിഷധരാജ്യത്തെ രാജാവാണ് ഇവൻ. അതിലൊരു ഈശലില്ല. ഈശൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സംശയമില്ല, നിർണയം, തീർച്ചയായും എന്ന ഒരു ബോധ്യത്തിലേക്ക് ദമയന്തി എത്തിച്ചേരുന്നത്. ഇപ്പം സെറ്റാണല്ലോ പാഠഭാഗം. ഇനി മറന്നുപോലല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യോത്തരത്തിലേക്ക് വരാം. നോക്കുക, നളചരിതം എന്ന കൃതിയുടെ ഭാഷാപരമായ സവിശേഷതകളെക്കുറിച്ച് 4-5 വാക്യത്തിൽ കുറിപ്പെഴുതുക. ഒരു ചോദ്യം വരാൻ സാധ്യതയുള്ളതാണ്. നളചരിതത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഭാഷാപരമായ സവിശേഷതകളെക്കുറിച്ച് 4-5 വാക്യത്തിൽ ഉത്തരം എഴുതുക. ചോദ്യം വന്നാൽ നളചരിത വ്യാഖ്യാനമായ കാന്താരതാരകം. അപ്പോൾ നളചരിതത്തിൻ്റെ വ്യാഖ്യാന കൃതിയാണേത്? കാന്താരതാരകം. നളചരിതത്തിൻ്റെ വ്യാഖ്യാന കൃതിയാണേത്? കാന്താരതാരകം. ആ കാന്താര താരകത്തിൽ നളചരിത ഭാഷയെ വെങ്കല ഭാഷ എന്നാണ് AR രാജരാജവർമ്മ വിശേഷിപ്പിച്ചത്. അപ്പോൾ AR രാജരാജവർമ്മ നളചരിത കൃതിയിലെ ഭാഷയെ വെങ്കല ഭാഷ, അതായത് 2-3 കൂടിച്ചേർന്ന ഭാഷ എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. സംസ്കൃത മലയാളം, സംസ്കൃതത്തിലെയും മലയാളത്തിലെയും പദങ്ങളെ യാതൊരു വ്യവസ്ഥക്കും വഴങ്ങാതെ കൂട്ടിക്കലർത്തിക്കൊണ്ട് സർഗാത്മകമായ പുതിയൊരു കാവ്യഭാഷ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ഉണ്ണായി വാര്യർ ചെയ്തിരിക്കുന്നത്. സംസ്കൃത മലയാള ഭാഷാ പദങ്ങളെ യാതൊരു വ്യവസ്ഥക്കും വഴങ്ങാതെ കൂട്ടിക്കലർത്തിക്കൊണ്ട് സർഗാത്മകമായ പുതിയൊരു കാവ്യ ഭാഷ സൃഷ്ടിക്കുകയാണ് ഉണ്ണായി വാര്യർ. അർത്ഥവും ഭാവവും ഒട്ടും ചോർന്നു പോകാതെ കവിതയുടെ ശബ്ദഭംഗിയും താളഭംഗിയും നിലനിർത്താൻ വാര്യർക്ക് കഴിഞ്ഞത് ഭാഷാപരമായ ഈ കഴിവ് കൊണ്ട് തന്നെയാണ്. അർത്ഥവും ഭാവവും ഒട്ടും ചോർന്നു പോകാതെ കവിതയുടെ ശബ്ദഭംഗിയും താളഭംഗിയും നിലനിർത്താൻ വാര്യർക്ക് കഴിഞ്ഞത് ഭാഷാപരമായ ഈ താൻ പോരുമ കൊണ്ടാണ്. വാക്കുകളെ എങ്ങനെ മുറിക്കാനും ഏത് ക്രമത്തിൽ അടുക്കാനും തല തിരിച്ചിടാനും ഉണ്ണായി വാര്യർ മടിച്ചിട്ടില്ല. കവിതയുടെ പ്രാസഭംഗിക്ക് വേണ്ടി അത്തരം വിചിത്ര പദപ്രയോഗങ്ങൾ കഥകളി സംഗീതജ്ഞർക്കും ഈ കൃതിയെ പ്രിയങ്കരമാക്കി.
സെറ്റ്. ഇനി വളരെ പ്രധാനപ്പെട്ട ചോദ്യം, 6 മാർക്കിന് ചോദിക്കുന്ന ചോദ്യം. നൈഷധനിവൻ താൻ ഒരീശലില്ലമേ നിർണയം. ഈ ചോദ്യം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ഉത്തരം വരും എന്ന ഒരു തീരുമാനത്തിലേക്ക് ദമയന്തി എത്തിച്ചേരാനിടയായ സാഹചര്യം വിശദീകരിക്കുക. അല്ലെങ്കിൽ ബാഹുകൻ നളൻ തന്നെയാണെന്ന് ദമയന്തിക്ക് ബോധ്യമായതെങ്ങനെ? ഉത്തരം നിങ്ങളെ മനസ്സിനകത്ത് കത്തി. കാരണം ഒളിഞ്ഞു നിന്ന് നോക്കിയപ്പോഴും സംസാരിച്ചു നോക്കിയപ്പോഴും തനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ ദമയന്തി കേശിനി ആരുടെ അടുത്ത് പറഞ്ഞു? ദമയന്തിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഓർമ്മയിൽ വെച്ചേക്കുക. നോക്കുക എന്തൊക്കെയാണ്. ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയുടെ 4-ാം ദിവസം ഋതുപർണനെയും കൊണ്ട് വിദർഭയിലെത്തിയ ബാഹുകന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ തോഴിയായ കേശിനിയെയാണ് ദമയന്തി നിയോഗിച്ചത്. ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയുടെ 4-ാം ദിവസം ഋതുപർണനെയും കൊണ്ട് വിദർഭയിലെത്തിയ ബാഹുകന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ തോഴിയായ കേശിനിയെയാണ് ദമയന്തി നിയോഗിച്ചത്. ബുദ്ധിമതിയും സൂക്ഷ്മ നിരീക്ഷണ പടുവുമായ കേശിനി നേരിട്ട് തന്നെ ബാഹുകന്റെ അരികിലെത്തി അവനോട് കളിമട്ടിൽ പലതും സംസാരിച്ചു. ബാഹുകന്റെ പെരുമാറ്റം സൂക്ഷ്മമായി നിരീക്ഷിച്ച കേശിനി ചില ധാരണകളിലെത്തി. ബാഹുകൻ ഉത്തമനായ ബുദ്ധിശാലിയായ പുരുഷനാണ്. അയാൾ ദുഷ്ടനല്ല, അയാളുടെ വാക്കുകളിൽ വഞ്ചനയില്ല. മാത്രമല്ല ബാഹുകൻ നളന്റെ പക്ഷം പിടിച്ച് സംസാരിക്കുന്നുണ്ട്. ഈ കണ്ടെത്തലുകൾക്ക് ശേഷം നളിനി ഒളിച്ചു നിന്ന് ബാഹുകനെ നിരീക്ഷിച്ചു. എന്തൊക്കെ കിട്ടി? അപ്പോൾ വിചിത്രമായ ചില കാര്യങ്ങൾ കണ്ടു. എന്തൊക്കെയാണ്? പാചകത്തിനായി ബാഹുകൻ കുടം അടുപ്പിൽ വെച്ചപ്പോൾ അതിൽ ജലം തനിയെ നിറയുന്നു, വേണ്ടുവോളം തീ തനിയെ കത്തുന്നു, അതിവേഗം ഭക്ഷണം പാകം ചെയ്യുന്നു. മറ്റൊരു വിചിത്ര കാര്യം കൂടി കേശിനി കണ്ടു. നളൻ തലോടിയപ്പോൾ വാടിയ പൂക്കളൊക്കെ പുതുപൂക്കളാകുന്നു. ഈ സവിശേഷതകളെല്ലാം വിവാഹവേദിയിൽ വെച്ച് ഇന്ദ്രൻ, അഗ്നി, വരുണൻ, യമൻ, ഇന്ദ്രൻ, അഗ്നി, വരുണൻ, യമൻ, ഈ സവിശേഷതകളെല്ലാം വിവാഹവേദിയിൽ വെച്ച് ഇന്ദ്രൻ, അഗ്നി, വരുണൻ, യമൻ എന്നീ ദേവന്മാർ നളന് നൽകിയ വരങ്ങളുടെ അടയാളമാണെന്ന് തിരിച്ചറിഞ്ഞ കേശിനി ഈ കാര്യങ്ങളെല്ലാം ദമയന്തിയെ അറിയിച്ചു. ബാഹുകൻ നളൻ തന്നെയാണെന്ന് അങ്ങനെയാണ് ദമയന്തിക്ക് ബോധ്യമായത്. സെറ്റ്. അടിവരയിട്ടല്ലോ, ഇനി മറക്കൂലല്ലോ. ഈ ചോദ്യം ഏത് രൂപത്തിൽ വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറ്റൻഡ് ചെയ്യാൻ പറ്റും. മക്കളെ, ചാനൽ കാണുന്ന സമയത്ത് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്തേക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് ചെയ്യണം? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഓക്കെ, നമ്മൾ തുടരുന്നു. കേശിനി എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്ത് കുറിപ്പെഴുതുക. കേശിനി എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്ത് കുറിപ്പെഴുതുക. നോക്കുക, വധങ്ങളും പരിണയങ്ങളും നിറഞ്ഞ ആട്ടക്കഥാ സാഹിത്യത്തിൽ ആകെ തിരഞ്ഞാലും വ്യക്തിത്വമുള്ള കഥാപാത്രങ്ങളെ അപൂർവമായേ കണ്ടെത്താനാവൂ. പക്ഷേ ഉണ്ണായി വാര്യരുടെ നളചരിതത്തിലെ ചെറിയ കഥാപാത്രങ്ങളായ സുദേവൻ, പർണാദൻ, കേശിനി തുടങ്ങിയ സേവക കഥാപാത്രങ്ങൾ പോലും സവിശേഷ വ്യക്തിത്വത്തിനുടമകളാണ്. ആദ്യത്തെ പാര. രണ്ടാമത്തെ പാര നോക്കുക. ബാഹുകന്റെ രഹസ്യങ്ങൾ അറിയാൻ കേശിനി എന്ന തോഴിയെയാണ് ദമയന്തി നിയോഗിച്ചത്. സെറ്റ്. 2-ാം വിവാഹം എന്ന രഹസ്യ സന്ദേശം അയച്ച് ബാഹുകൻ വിദർഭയിലെത്താൻ സാഹചര്യം ഒരുക്കിയതുൾപ്പെടെ ദമയന്തിയുടെ രഹസ്യ നീക്കങ്ങൾ അറിയുന്നവളാണ് കേശിനി. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, 2-ാം വിവാഹം എന്ന രഹസ്യ സന്ദേശം അയച്ച് ബാഹുകൻ വിദർഭയിലെത്താൻ സാഹചര്യം ഒരുക്കിയതുൾപ്പെടെ ദമയന്തിയുടെ രഹസ്യ നീക്കങ്ങൾ അറിയുന്നവളാണ് കേശിനി. അവളുടെ ബുദ്ധിശക്തിയിലും ആത്മാർത്ഥതയിലും രഹസ്യം സൂക്ഷിക്കാനുള്ള കഴിവിലും ഒട്ടും ശങ്കയില്ലാത്തത് കൊണ്ടാണ് ഈ ദൗത്യം കേശിനിയെ ഏൽപ്പിക്കുന്നത്. ബാഹുകനോട് കളിമട്ടിൽ സംസാരിക്കുന്ന കേശിനിയിൽ സൂക്ഷ്മ നിരീക്ഷണ പടുത്വവും മനഃശാസ്ത്ര ബോധവും പരഹൃദയജ്ഞാനവും പ്രകടമാണ്. വിരൂപനെങ്കിലും ബാഹുകന്റെ വ്യക്തിത്വത്തിന്റെ മഹത്വം അവൾക്ക് കണ്ടെത്താനാവുന്നത് അതുകൊണ്ടാണ്. നള ദമയന്തി കഥ പറഞ്ഞതുകൊണ്ട് നളന്റെ ഉള്ളറിയുന്നിടത്ത് കേശിനിയിലെ കൗശലക്കാരിയെ തിരിച്ചറിയാം. ഇനി ഒരു ക്ലാസിക് കലയാണ് ഇത്, നമ്മുടെ കഥകളി. അതോടൊപ്പം തന്നെ നാടോടി കലകൾ ഒരു കാക്കാരിശി നാടകം എന്ത് ചെയ്യുന്നുണ്ട്? യൂണിറ്റിന്റെ തുടക്കത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ക്ലാസിക് കലകളുടെയും നാടോടി കലകളുടെയും സവിശേഷതകൾ താരതമ്യം ചെയ്യാനുള്ള ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ക്ലാസിക് കലകളുടെയും നാടോടി കലകളുടെയും സവിശേഷതകൾ താരതമ്യം ചെയ്യുക. നോക്കുക, ക്ലാസിക് കലകൾക്ക് കൃത്യമായ നിയമങ്ങളും ചിട്ടകളുമുണ്ട്. ആദ്യം നമ്മൾ ക്ലാസിക് കലകളെ കുറിച്ച് പറയുന്നു. ക്ലാസിക് കലകൾക്ക് കൃത്യമായ നിയമങ്ങളുണ്ട്,
ഗൃന്ഥങ്ങളുണ്ട്, ചിട്ടകളുണ്ട്. അത്തരം കലകളുടെ നിയമങ്ങളൊക്കെ ഒരു ഗ്രന്ഥത്തിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാ ക്ലാസിക് കലകൾക്കും എഴുതി തയ്യാറാക്കിയ ഒരു സാഹിത്യമുണ്ട്. ഓർമ്മിച്ചു വെക്കുക, എല്ലാ ക്ലാസിക് കലകൾക്കും എഴുതി തയ്യാറാക്കിയ ഒരു സാഹിത്യമുണ്ട്. അത് വരമൊഴിയായിട്ടാണ് പ്രചരിക്കുന്നത്. എന്താണ് വരമൊഴി? എഴുതി വെച്ച ഗ്രന്ഥമായിട്ടാണ് ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക്, ഒരു സമൂഹത്തിൽ നിന്ന് അടുത്ത സമൂഹത്തിലേക്ക് എന്ത് ചെയ്യുന്നത്? പ്രചരിക്കുന്നത്. ചിട്ടയാർന്ന ദീർഘകാല പരിശീലനം കൊണ്ട് മാത്രമേ ക്ലാസിക് കലകൾ അവതരിപ്പിക്കാൻ പറ്റൂ. ഒരു ക്ലാസിക് കല അവതരിപ്പിക്കണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള പരിശീലനം കിട്ടിയേ പറ്റൂ. സെറ്റ്. ഇനി ക്ലാസിക് കലകൾ ആസ്വദിക്കണമെങ്കിൽ അതിന് എന്ത് വേണം? പരിശീലനം ആവശ്യമാണ്. ക്ലാസിക് കലകൾ ആസ്വദിക്കണമെങ്കിൽ എന്ത് വേണം? പരിശീലനം വേണം. ക്ഷേത്രങ്ങൾ, കൊട്ടാരങ്ങൾ, കോവിലകങ്ങൾ ഇവിടൊക്കെ കേന്ദ്രീകരിച്ചാണ് ക്ലാസിക് കലകൾ രൂപപ്പെട്ടതും വികാസം പ്രാപിച്ചതും. അതുകൊണ്ട് തന്നെ ജാതിയുടെ കൂട്ടത്തിലെ ഉയർന്ന ജാതിക്കാർ മാത്രമായിരുന്നു ക്ലാസിക് കലകളുടെ പ്രോത്സാഹകരും ആസ്വാദകരും. കാരണം കോവിലകങ്ങളാകട്ടെ, കൊട്ടാരങ്ങളാകട്ടെ, ക്ഷേത്രങ്ങളാകട്ടെ, ഇതിനകത്ത് ഉയർന്ന ജാതിക്കാർക്ക് മാത്രമേ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ക്ലാസിക് കലകൾ മിക്കവാറും ആരുടെ പക്ഷത്തായിരുന്നു? ഉയർന്ന ജാതിക്കാർ മാത്രമായിരുന്നു അത് ആടിയിരുന്നത്, ആസ്വദിച്ചിരുന്നത്. സെറ്റ്. ഇനി നാടോടി കലകൾ. ക്ലാസിക് കലകളുടെ നേരെ വിപരീതമാണ് നാടോടി കലകളുടെ സവിശേഷതകൾ. എഴുതി വെച്ച നിയമങ്ങളോ ചിട്ടകളോ ഗ്രന്ഥങ്ങളോ ഒന്നും ആർക്കില്ല? നാടോടി കലകൾക്കില്ല. അവതരിപ്പിക്കുന്നവരുടെ മനോധർമ്മമാണ് അവതരണത്തിന്റെ അടിസ്ഥാനം. അവതരിപ്പിക്കുന്നവരുടെ മനോധർമ്മമാണ് അവതരണത്തിന്റെ അടിസ്ഥാനം. നാടോടി കലകൾക്ക് വരമൊഴിയായി പ്രചരിക്കുന്ന സാഹിത്യമില്ല. നാടോടി കലകൾക്ക് വരമൊഴിയായി പ്രചരിക്കുന്ന സാഹിത്യമില്ല. പകരം വാമൊഴി, ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് വാമൊഴിയായിട്ടാണ് പറഞ്ഞു കൊടുത്താണ് എന്ത് ചെയ്യുന്നത്? അത് പ്രചരിക്കുന്നത്. മാത്രമല്ല അതിന് പരിശീലനം പ്രത്യേകിച്ച് ആവശ്യമില്ല. പരിശീലനം ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാം? നാടോടി കലകൾ ആടാം. ആസ്വാദനത്തിനും വലിയ പരിശീലനം ആവശ്യമില്ല. അധ്വാനിച്ച് ജീവിച്ച പിന്നോക്ക ജനത അവരുടെ അധ്വാനത്തിന്റെ ഭാഗമായും വിനോദത്തിന്റെ ഭാഗമായി രൂപപ്പെടുത്തിയ കലകളാണ് നാടോടി കലകൾ. അതുകൊണ്ട് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളുടെ ഭാഗത്തായിരിക്കും മിക്കവാറും എന്തുണ്ടായിരിക്കുക? നാടോടി കലകൾ ഉണ്ടായിരിക്കുക. സെറ്റല്ല മക്കളെ? തീർച്ചയായിട്ടും മക്കൾ എന്ത് ചെയ്യണം? ഈ ക്ലാസ് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി തരണം. ഓക്കെ, സെറ്റ്.